ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഈ ടെറർ ബേബിനെ വെച്ച് വീഡിയോ ചെയ്യുന്നില്ലെന്ന് ചോദിച്ചവർക്ക് ഞാനിവിടെ കിടന്ന് ഇഞ്ചിഞ്ചായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവള് വന്നിട്ട് ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അവൾ എൻ്റെ മുടി അഴിഞ്ഞ് കിടക്കാൻ പാടില്ല, ഞാൻ പൊട്ടോടാൻ പാടില്ല, ഇതൊക്കെ പറിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഐറ്റത്തിനെ വെച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല എന്ന് നിങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റാറില്ല. കാരണം ഇവളോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം നമുക്കിഷ്ടം. ഞാൻ ഫോണിലാണെങ്കിൽ അവളോട് കോല കാണിക്കാൻ നമുക്ക് ഒരുപാട് ഇഷ്ടം. അല്ലാതെ സംസാരിക്കുമ്പോൾ എല്ലാം കിടന്ന് ചിലപ്പോൾ ചില നേരത്താണെങ്കിൽ കാക്കു വെച്ചോണ്ടിരിക്കും. ഇതിപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വന്നിട്ട് ഉപദ്രവിക്കുകയാണ്. ചില നേരത്ത് യു ഓക്കെ ഗൈസ്, ഒന്നുമില്ല, ഞങ്ങൾ തമ്മിലുള്ള സംഭവമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അവളെ മെയിനായിട്ട് ഇരുത്താത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളൊരു മാങ്ങാത്തീറ്റി കഴിഞ്ഞിട്ട് അവൾ ഉടുപ്പിലാണ് നടക്കുന്നതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് അവളെ അങ്ങനെ കാണിക്കാത്ത കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ ഓപ്പണിംഗ് ഷോപ്പിങ്ങിൻ്റെ പ്രോഡക്ട്സ് കാണിക്കാൻ പോവുകയാണ് അല്ലേ. ഇവിടെ ഭയങ്കരമായിട്ട് കോപ്പറേറ്റീവ് എന്ന് വെച്ചാൽ കോലം എൻ്റെ ബാക്കിയാണ്, കോലം കാണിക്കാൻ അവളെ കഴിഞ്ഞിട്ടുള്ള ആള്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞു വന്നതുപോലെ ചങ്കുട്ടിയുടെ സ്കൂൾ ഓപ്പണിങ്ങിനുള്ള സാധനങ്ങൾ മേടിച്ചതിൻ്റെ ഒരു വീഡിയോ ആണ്. ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, കാരണം ഇൻട്രോ എടുത്ത സമയത്ത് നല്ല വെട്ടമൊക്കെ ആയിരുന്നു. ആഫ്റ്റർനൂൺ ടൈമിലാണ് ഞാൻ എടുത്തത്. പക്ഷേ സാഹചര്യം വെച്ചാൽ വീണ്ടും നീണ്ട് ഇപ്പോൾ സന്ധ്യയായി. അപ്പോൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെതായ പ്രശ്നങ്ങൾ ചിലപ്പോൾ വീഡിയോയ്ക്ക് കാണുമ്പോൾ തോന്നും. സോ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ എടുത്തേക്കാം, കാരണം ആൾക്കാരെ നമ്മുടെ 2 കുട്ടികളും വെളിയിലാണ് അച്ഛമ്മയുടെ കൂടെ. ആ ടൈമിലാണ് ഞാൻ ഇച്ചിരി ഗ്യാപ്പ് കിട്ടിയപ്പോഴത്തേക്ക് അകത്ത് കയറിയിട്ട് പെട്ടെന്ന് എടുത്താണ്. അവരെന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന സമയം വരെ ഉള്ളൂ നമ്മളുടെ ഇത്രയും വീഡിയോ എന്ന് പറഞ്ഞാൽ. ഓക്കെ ഗൈസ്, അങ്ങനെ കുഞ്ഞിപ്പാറ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് നമുക്ക് വീഡിയോ തീർക്കാം. അപ്പോൾ ഈ ഒരു ബാഗായിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഏറ്റവും കുഞ്ഞ ബാഗ്, LKG പോകുന്ന പിള്ളേരുടെ ബാഗിൻ്റെ നേരെ മുകളിലത്തെ സൈസ്, അതാണ് ഈ ഒരു ബ്ലാക്ക് ബാഗ്. ഇത് നമുക്കും യൂസ് ചെയ്യാൻ പറ്റും. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് കുഞ്ഞുങ്ങളുടെ സാധനം എടുത്തിട്ട് എനിക്ക് പോവാം. അപ്പോൾ ഏട്ടനും അച്ഛനും ഒക്കെ ഇങ്ങനത്തെ ബാഗാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ലഗേജ് ബാഗ് അല്ലാണ്ട് എക്സ്ട്രാ ഒരു ബാഗ് അതിലുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ അത് സെയിം ആണ്. അതുപോലെ അച്ഛയ്ക്കുള്ളതും ഒരു ബ്ലാക്കാണ്. അപ്പോൾ അവൻ അതുകൊണ്ട് തന്നെ ബ്ലാക്കിനോട് ഭയങ്കര ക്രേസ് ഉണ്ടായിരുന്നു. സോ അങ്ങനെ വെച്ച് ഞങ്ങൾ പോയിട്ട് ബ്ലാക്ക്മാൻ്റെ കിട്ടി, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇനി നെക്സ്റ്റ് സാധനം ഇതാണ്. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഇത് ബുക്സിനും ഇത് പുസ്തകത്തിനും, ഇത് വലിയ ആൾ കേട്ടോ, ഇത് പുസ്തകത്തിനുള്ളൊരു കളർ, അങ്ങനെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. സോ ചങ്കുട്ടിക്ക് ഞാൻ അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അടുത്ത് വരുന്നത് ഒരു റെയിൻ കോട്ട്. ഇത് ഞാൻ എക്സ്ട്രാ മേടിച്ചല്ല, നമ്മുടെ ബാഗിനോട് ജസ്റ്റ് ഫ്രീ കിട്ടിയത്. അപ്പോൾ ഞാൻ പിന്നെ കുട മേടിക്കാൻ നിന്നില്ല. ബാഗ് ബോക്സ് ആയിട്ട് ഞാൻ യൂസ് ചെയ്താൽ മേടിച്ചതായിരുന്നു ഈ ഒരു സാധനം. ഇത് വേണം ലഞ്ച് ബോക്സ് ആക്കാം, അവന് യൂസ് ചെയ്താൽ ആക്കാൻ പറ്റാം. ഇതിൽ വരുമ്പോൾ ഒരു കറിപ്പാത്രം വരുന്നുണ്ട്. അയ്യോ മേ, ഒരു ഇങ്ങനത്തെ ഒരു പാത്രം. ഇതിന് 2 സ്പൂൺ ഉണ്ടായിരുന്നു. കുഞ്ഞിപ്പാറ എടുത്തോണ്ട് കേട്ടോ, ഞാൻ കൊണ്ട് കളിച്ചു. അവിടെ ഭയങ്കര ബഹളം അത് കണ്ടിട്ട്. അപ്പോൾ അതാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. സ്നാക്ക് ബോക്സിനാണ് കേട്ടോ. അത് വേണമെങ്കിൽ അവന് ലഞ്ച് കൊണ്ടുപോകും. അവൻ്റെ ഓരോ സമയത്ത് ഓരോ കൂറല്ലേ കുട്ടികൾക്ക്, അപ്പോൾ അത് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ ലഞ്ച് ബോക്സ് ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനത്തെ ആണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം ചൂടിരിക്കും. പിന്നെ പ്ലാസ്റ്റിക്കിനകത്ത് ചൂട് ചോറ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ധൃതിക്കൊക്കെ വണ്ടിയിലൊക്കെ പോകുന്നത്. അപ്പോൾ ധൃതിക്ക് നമ്മൾ ചൂട് സാധനം ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് വളരെ അഴുക്കാണ്. അപ്പോൾ അതുകൊണ്ട് വേണ്ടി ഞാൻ ഇത് സ്റ്റീലിന് എനിക്ക് ഉള്ളിൽ വരണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാനിങ്ങനെ മേടിച്ചിട്ടാണ്. അപ്പം ഇതാണ് അവൻ്റെ ലഞ്ച് ബോക്സ് വരുന്നത്. അതിൻ്റെ ഇതിങ്ങനെ കറി എന്തെങ്കിലും മുട്ട പൊരിച്ചതൊക്കെ വെക്കാം. എന്നിട്ട് അതും മൂടി നമുക്ക് ഇങ്ങനെ മൂടിയിട്ട് ചെയ്യാം. ഇത് ചങ്കുട്ടിക്ക് വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ. അവൻ്റെ ഇഷ്ടത്തിനാണ് മേടിച്ചത്, അവനെ കൊണ്ട് പോയിട്ട് അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത് കേട്ടോ. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ബോക്സ് ആട്ടോ, ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുത്തിക്കറി കളയാറുണ്ടായിരുന്നു ആ ടൈമിൽ. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചിട്ടുള്ളത് ഇതുപോലത്തെ ലേബൽസ് ആണ്. വണ്ടിയുടെ, പിന്നെ ട്രെയിനിൻ്റെ, പിന്നെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. അത് ഈ സൂപ്പർ ഹീറോസും, ഇപ്പോൾ അവൻ അത്യാവശ്യം കാർട്ടൂൺസ് ഒക്കെ കാണും. അപ്പോൾ സൂപ്പർ ഹീറോസിനെയൊക്കെ ഇപ്പോൾ അത്യാവശ്യം അറിയാം. അടുത്തായിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഷൂ ആണ്. ഷൂവിനും അത്യാവശ്യം റേറ്റ് ഉണ്ട്, കാരണം നമുക്ക് ലാസ്റ്റ് ഉള്ള സാധനങ്ങൾക്ക് ഒത്തിരി ഇത് പിശിക്കിട്ടൊന്നും കാര്യമില്ല. ഇത് ഞാൻ കമ്പനിയുടെ സാധനം തന്നെയാണ് മേടിച്ചത്. നല്ല വെയിറ്റ് ഉണ്ട്. കൊച്ചിത് എനിക്കറിയത്തില്ല മാനേജ് ചെയ്യുമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വലിയൊരു പറ്റിപ്പോയി, കാരണം ഡെയിലി പോയിട്ട് നമ്മുടെ ഇവിടുത്തെ കടയിൽ നിന്ന് മേടിക്കുക, സ്കൂളിൽ വിടുക, അങ്ങനത്തെ ഒരു പറ്റിയൊരു സാധനമാണ് ഈ സാധനങ്ങൾ. ഇത് പെൻസിൽസ്, ഇത് കളർ വൈസിലുള്ള കുറേ പെൻസിൽസ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതാക്കണ്ടോ, ഒരു വെറൈറ്റി കളേഴ്സ് ഉണ്ട്. അതല്ല നമ്മുടെ അപ്സരയുടെ നല്ല പെൻസിൽ, നല്ല ഇവർക്ക് ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ വിഷയമുണ്ട് കേട്ടോ. അപ്പം അതിന് അത്യാവശ്യം നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഒരു പെൻസിൽ വേണമെന്ന് ഓർത്തു കേട്ടോ. പിന്നെ ഞാൻ മേടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ റബ്ബർ, കട്ടർ, അങ്ങനത്തെ സാധനങ്ങൾ. ഇതിങ്ങനെ വാരി എടുക്കുക, അവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് പല പല ഡിസൈൻസിലുള്ളത്. ഇപ്പോൾ പാവയുടെ ആട്ടെ, അങ്ങനെ പല ഡിസൈൻസിലുള്ളതൊക്കെ ഞാനൊരു 7-8 ഇത് എനിക്ക് മറ്റേ നമ്മുടെ ഒരു ബോക്സ് പെൻസിലൂടെ ഫ്രീ കിട്ടിയതാണ് കേട്ടോ. ഇതും പിന്നെ ഒരു കട്ടറും കൂടെ. ഇത് അപ്സരയുടെ ആണെന്ന് തോന്നുന്നു. ഇതിന് രണ്ടും
ഫ്രീ കിട്ടിയതാണ്. പിന്നെ അല്ലാതെ ദേ ഇങ്ങനത്തെ ഒരു റബ്ബർ, പിന്നെ കുറേ കളർ റബ്ബേഴ്സ് ഉണ്ട്, അതും പിന്നെ കട്ടർ, ഇങ്ങനത്തെ സെപ്പറേറ്റ് കട്ടേഴ്സ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇവൻ്റെ ബോക്സ് ഓൾറെഡി കട്ടർ ഉണ്ട്, എന്നാലും ഞാൻ മേടിച്ചു, കാരണം അവൻ അത്രയ്ക്ക് വെടിപ്പായിട്ട് അത് യൂസ് ചെയ്യാറുകൂടാ. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഓൾമോസ്റ്റ് മേടിച്ചിട്ടുള്ളത്. നമുക്കിപ്പോൾ ബുക്സ് മേടിക്കണം വന്നിട്ടില്ല. ബുക്സ് നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ ആയിരുന്നു, ബുക്സും പുസ്തകവും. അപ്പം KG സ്റ്റുഡൻസിനൊക്കെ KG സ്റ്റുഡൻസ് അല്ല എല്ലാവർക്കും അങ്ങനെയാണ്. എൻ്റെ കൊച്ചിൻ്റെ മോൾ അവിടെയാണ്, അവൾ 6th പഠിക്കുന്നത്. അപ്പോൾ അവൾക്കും അവിടെ നിന്ന് തന്നെയാണ് ബുക്സ് സഹിതമാണ് അവർ കൊടുക്കുന്നത് ഒരു വർഷത്തെ. അതൊരു ഫിക്സഡ് റേറ്റിലുള്ളതാണ് കേട്ടോ. ഇത് എല്ലാം കാണിച്ചിട്ടു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞാൻ ചങ്കുട്ടിക്ക് വേണ്ടി മേടിച്ചത്. അയ്യോ, പിന്നെ ഒരു സ്റ്റാപ്ലെയർ ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോടാ, അതെവിടെ വെച്ചു. സ്റ്റാപ്ലെയറിന് ഇത്രയും റേറ്റ് ഒക്കെ വരും, പണ്ട് മുതലേ നമ്മൾ മേടിച്ചിട്ടുള്ളത് കൊണ്ട് അറിയാം. ബാക്കി സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിലാണ് കിട്ടിയിട്ടുള്ളത്. ഈ ബാഗ് ആണെങ്കിലും ഇപ്പം എന്തെങ്കിലും 1 2 3 4 ഉറയുണ്ട്. അപ്പോൾ ചങ്കുട്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച 1000 സംതിങ്ങിൻ്റെ ഒരു ബാഗായിരുന്നു. അത് കുഞ്ഞി ബാഗാണ്. നമ്മൾ ഓടിച്ചെന്നിട്ട് ആ ബാഗ് എടുത്തിട്ട് വന്നേടാ. അപ്പോൾ അതിന് 1000 സംതിങ് ആയിരുന്നു. പിന്നെ ലഞ്ച് ബാഗിനുള്ള സാധനം മേടിച്ചിട്ടില്ല, കാരണം ചങ്കുട്ടിക്ക് ലഞ്ച് ബാഗ് ഓൾറെഡി ഉണ്ട്, ഒരു കുഴപ്പമില്ല, അത് മതി. കാരണം തൂക്കിയിട്ടിട്ട് പോകാനല്ലേ, അപ്പോൾ അത് മതി. അത് വേണം എന്ന് പറയുകയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. സോ അതുകൊണ്ടിട്ട് ലഞ്ച് ബാഗ് ഞാൻ എക്സ്ട്രാ മേടിച്ചിട്ടില്ല. അവൻ്റെ അങ്ങനെ കംഫർട്ട് ആണെങ്കിൽ മാത്രം കൊടുത്തു വിടത്തുള്ളൂ. അയ്യോ മേ, അത്രേ ഉള്ളൂ. അപ്പോൾ ചങ്കുട്ടിക്ക് എന്താ ഇങ്ങനത്തെ ബാഗ് എന്ന് നിങ്ങൾ ചോദിക്കരുത്. അപ്പം അവൻ്റെ ഇതാണ് അവൻ്റെ ലഞ്ച് ബാഗ്. ഇത് ഓൾറെഡി ഉള്ളത് കൊണ്ട് ഞാൻ മേടിച്ചിട്ടില്ല. നന്നായിട്ട് തന്നെ ഇരിക്കും, അധികം ഒന്നും സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ലല്ലോ ആ ടൈമിൽ. അപ്പം ഇതായിരുന്നു ചങ്കുട്ടിയുടെ ആദ്യത്തെ ബാഗ്. ഇതിങ്ങനെ ഒരു മെറ്റൽ വരുന്ന സാധനമാണ്. ഇതിന് പറഞ്ഞാൽ 1 2 ആകെ 2 ഉറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ടെക്സ്റ്റ് പുസ്തകമൊക്കെ കൂടുതലുള്ളത് കൊണ്ടാണ്. പിന്നെ അവന് മാറിയും കയറിയൊക്കെ കൊണ്ടുപോയി, ഇതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല. അപ്പോൾ നമുക്ക് എത്രയായാലും നമ്മുടെ കുഞ്ഞ് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് എപ്പോഴും പുതിയത് മേടിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ മേടിച്ചാണ്. അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ലപോലെ ഷോപ്പ് ചെയ്യാം. അപ്പോൾ ചങ്ങനാശ്ശേരിക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്നോടിപ്പം നമ്മുടെ ഇവിടെയുള്ള ചേച്ചി ചോദിച്ചു അത് എവിടെ ആയിരുന്നു, ഇതിനാൾ അറിയില്ലായിരുന്നു എന്നുള്ളത്. കാരണം അവിടെ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്, ചങ്ങനാശ്ശേരിയിലാണ് ഹസ്ബൻഡ് വൈഫ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ പോലും അറിയില്ല, ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന കടയാണോ എന്നൊക്കെ അവർക്കൊരു ഇത്. അപ്പം എത്രയായാലും നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ റേറ്റിൽ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് എത്രയായാലും ഈ ഒരു ടൈമും കൂടെ ആകുമ്പോൾ നമുക്ക് ഓഫർ പ്രൈസ് ഒക്കെ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു ടൈം നമ്മൾ അവിടെ പോയി ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ എല്ലാ A to Z സാധനങ്ങൾ കിട്ടും, അത്രയും റേറ്റ് കുറവിലുമാണ്. ഇത് പ്രമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, എൻ്റെ ഒരു ഇത് എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യം മാത്രമാണ്. അപ്പം കുട്ടികളൊക്കെ ഇനിയിപ്പം ബഹളമാകാനുള്ള സമയമായി, സന്ധ്യയായി. വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ട്, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇൻസ്പയർഡ് ആയിട്ട് അങ്ങനെ ശരി നമ്മൾ ബഡ ബസാറിൽ പോയിട്ട് ഷോപ്പ് ചെയ്യുന്നുണ്ട് എങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എവിടെ ലൊക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചങ്ങനാശ്ശേരി സിഗ്നലിൻ്റെ അവിടെ നിന്ന് നമ്മുടെ കളേഴ്സ് അല്ലെങ്കിൽ പാറപ്പള്ളിയിലോട്ടൊക്കെ പോകുന്നൊരു വഴിയുണ്ട്. അപ്പോൾ അതിൽ നേരെ വിടുക. അവിടെ നിന്ന് നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡ് ഉണ്ട്, അതിൻ്റെ അകത്തൊരു പ്രൈവറ്റ് സ്റ്റാൻഡ് ഉണ്ട്, കോംപ്ലക്സിൻ്റെ അകത്തോടെ കയറി വരുന്നൊരു പ്രൈവറ്റ് സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അവിടം വരെ പോവണ്ട, അതിന് മുന്നേ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഈ ഒരു കട ഇരിക്കുന്നത്. റൈറ്റ് സൈഡിലല്ലേ? അതെ, മൊബൈൽ ഷോപ്പൊക്കെ ഒത്തിരി ഉള്ളൂ. അവിടുന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിൽ തന്നെ ഒരു ഫാൻസി സ്റ്റോർ, അതായത് ഒരു ലേഡീസ് സ്റ്റോർ ആണ് നമുക്ക് പെട്ടെന്ന് തോന്നുന്നു. പക്ഷേ ഉള്ളിലോട്ടൊക്കെ ഒത്തിരി സാധനമാണ്, ടെക്സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ആ ഒരു ഷോപ്പിൻ്റെ കാര്യം, അതുകൊണ്ട് മാത്രം നിങ്ങളായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്, അതുകൊണ്ടാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പോയി മേടിക്കുക. ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ റേറ്റ് ഓഫർ ഒന്നും എനിക്കറിയില്ല. ചേർത്തലയുടെ അവരുടെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ കാണാൻ ഇടയായി. അപ്പം അതിനകത്ത് 10 ബുക്കിന് 10 ബുക്ക് ഫ്രീ എന്നാണ്. ഇവിടെ എനിക്കറിയത്തില്ല എങ്ങനെയാണ്, നിങ്ങളിപ്പോൾ ചോദിച്ചാൽ ബുക്ക് മേടിക്കേണ്ടവർക്ക് ബുക്കും മേടിക്കാം. അപ്പോൾ എത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ അതിൻ്റെ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അയ്യോ കുഞ്ഞിപ്പാറും. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ. കൊടുക്കുക.